സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാൽ സോഷ്യൽ മീഡിയകൾ നാളെ ചിലപ്പോ പറയും, മുസ്ലിയാരെ നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? എന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, വയത് കേൾക്കുന്ന ഉമ്മമാരെ, കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ദീനീപരമായി വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നാടാണ്. മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരു നാടാണ്. മഹാന്മാരായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു നാടാണ്. മഹാന്മാരായ സയ്യിദന്മാരോട് വലിയ ആദരവ് പുലർത്തുന്ന ഒരു നാടാണ്. എന്ന് മാത്രമാണോ, ദീനിന്റെ ശിആറുകൾ ഏകദേശ ആളുകളും തലയിലടക്കം ധരിച്ചിട്ട് ദീനിന്റെ ശിആറ് വെളിപ്പെടുത്തുന്നൊരു നാടാ അതേ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. പക്ഷേ നാണക്കേടെന്ന് പറയട്ടെ, പ്രയാസകരമെന്ന് പറയട്ടെ, മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയട്ടെ, ഇസ്ലാമിന്റെ പേരിലുള്ള ചില ചെറുപ്പക്കാർ അവർ കാട്ടിക്കൂട്ടുന്ന പുതിയ ആചാരങ്ങൾ കാണുമ്പോൾ തലതാഴ്ത്തി പോവുകയാ. വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി പോയതാണ്, കാണാൻ വേണ്ടി പോയതാണ്. പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ പുതിയ ആപ്പിളയാകാൻ പോകുന്നവൻ പെണ്ണിന്റെ കഴുത്തിൽ മാല കെട്ടിക്കൊടുക്കുകയാണ്, അവളെ കഴുത്തിൽ തൊടുകയാണ്, അവളെ വായിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്, കയ്യിന്റെ മേലെ മോതിരിട്ട് കൊടുക്കുകയാണ്. ഓ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നീ ഉദ്ദേശിച്ച വിവാഹം ഏതാണ്? നീ ഉദ്ദേശിച്ച വിവാഹം ഏതാണ്? നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്, എല്ലാ മതക്കാരും ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം, അല്ലേ? പല സംസ്കാരങ്ങളുണ്ട് ഇവിടെ. ഒരു മുസ്ലിമിന്റെ സംസ്കാരം മാത്രമാണോ? അല്ല, ഇവിടെ പല സംസ്കാരങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മോതിരം ഇട്ട് കൊടുത്തിട്ട് വിവാഹം എന്ന പേരിൽ വിവാഹം നടക്കുന്ന സംസ്കാരങ്ങളുണ്ട്, ഇല്ലേ? മോതിരിട്ടെടുക്കലോടുകൂടെ അവന്റെ വിവാഹമായി. ഇങ്ങനെ വിവാഹമുണ്ട് പല മതക്കാരിലും. കഴുത്തിൽ താലി കെട്ടിക്കൊടുത്താൽ അവന്റെ മതപ്രകാരം, അവന്റെ ആചാരപ്രകാരം അവനതാ അവന്റെ വിവാഹം കഴിച്ചു എന്നാണ് അവന്റെ മതാചാരപ്രകാരം. എന്റെ വയൽ കേൾക്കുന്ന ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണോ നീ ഉദ്ദേശിച്ചത് വിവാഹം കൊണ്ട്? അല്ല ഇംഗ്ലീഷുകാരന്റെ സുന്നത്താണോ നീ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലാത്ത വിഷമം തോന്നുകയാണ്. ചില ആളുകള് കല്യാണത്തിന് വിളിക്കും, നിങ്ങൾ എന്തായാലും വരണം, കല്യാണത്തിന് നിങ്ങൾ വന്നില്ലെങ്കിൽ എന്റെ കല്യാണാകൂല, നിങ്ങൾ വന്നില്ലേ ഭയങ്കര വേദനയായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ നിർബന്ധിച്ച് രാവിലെയും വൈകുന്നേരമൊക്കെ വിളിച്ച് അധ്വാനിച്ചിട്ട് കല്യാണ വീട്ടിൽ കൊണ്ടുവരും. യാതൊരുമില്ല, കല്യാണ വീട്ടിൽ കയറിയാലോ മുസ്ലിമിന്റെ ശിആറ് കാണാനില്ല, മുസ്ലിമീങ്ങളെ ശിആറ് കാണാനില്ല. ആണ് പെണ്ണ് കലർന്നിട്ട് കല്യാണ വീടാളി. പോരാ, വിവാഹം കഴിയാത്ത പെണ്ണിന്റെ കൈയും പിടിച്ചിട്ട് ഇവ സ്റ്റേജിന്റെ മേലെ കയറുകയാണ്. മുസ്ലിയാരെ, ഇന്നല്ലേ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞത്? സേവ് ദ ഡേറ്റ് ചെയ്തത് കൊണ്ട് മോനെ ഇസ്ലാമിന് വിവാഹമാകുമോ? ഇസ്ലാമിന് വിവാഹമാകണോ? നിക്കാഹ് കഴിയാതെ വിവാഹമാകൂല. എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു, കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പ്രഖ്യാപിക്കുകയും നേരപ്പുറത്തിരിക്കുന്നവൻ നിങ്ങളെ വിവാഹത്തെ ഞാൻ സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാത്ത കാലത്തോളം ഒരിക്കലും അവന്റെ വിവാഹത്തെ ഒരിക്കലും സ്വഹിയായി കാണാൻ നിവൃത്തിയില്ല. ഇതല്ലേ മുസ്ലിമിന്റെ വിവാഹം എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വിവാഹം ഇതല്ലേ? ഇപ്പം ചില മുസ്ലിം ചെറുപ്പക്കാർ തൊപ്പിയിട്ട നമ്മുടെ നാട്ടിലെ ആജിയാരുടെ മകൻ പോലും പള്ളിയുടെ പ്രസിഡന്റ് ആയിരിക്കാം, പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കാം, ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹി ആയിരിക്കാം, മെമ്പർഷിപ്പ് ഉള്ളവനായിരിക്കാം, നാട്ടിലെ വലിയ സംഘടനക്കാരനായിരിക്കാം, നാട്ടിലെ വലിയ ദീന് പറയുന്നവനായിരിക്കാം. അവന്റെ വീട്ടിൽ പോലും അന്യ പെണ്ണിന്റെ കഴുത്തിലേക്ക് താലി കെട്ടിക്കൊടുക്കുന്ന സ്വഭാവം മുസ്ലിം സംസ്കാരമാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഓ ഉമ്മമാരെ, ഇതില്ലാത്തതിന്റെ പേരിൽ എന്റെ മകൻ അഭിമാനം കുറയൂന്ന് നീ ഭയപ്പെടുകയാണോ? നീ വിശ്വസിക്കുന്ന ഇസ്ലാം ഏതാണ്? നീ മനസ്സിലാക്കി വെച്ച ഇസ്ലാം ഏതാണ്? നീ മനസ്സിലാക്കി വെച്ച സുന്നത്ത് ഏതാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. യാതുമില്ല, നമ്മുടെ സമൂഹം പോകുന്നത് എങ്ങോട്ടാണ്? എന്നിട്ട് കാണുന്ന സയ്യിദന്മാരെയും ഉസ്താദുമാരെയൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവരും കല്യാണത്തിന്. എന്നിട്ട് സ്റ്റേജിന്റെ മേലെ കയറ്റിയിരുത്തിയിട്ട് അവരെ ബഹുമാനിക്കുകയാണെന്ന പേരിൽ സ്റ്റേജിന്റെ മേലെ ഇരുത്തിയിട്ട് 4 ചീപ്പിച്ചറും പിടിക്കും, വീഡിയോ പിടിക്കും. എന്നിട്ട് ആ വീഡിയോ ചിത്രം പിടിച്ചതിന്റെ ശേഷം
ഈ പാവപ്പെട്ട മുസ്ലിയാരും തങ്ങളും നിക്കാഹിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സ്റ്റേജിന്റെ മേലെ പിന്നെ ഡാൻസ് ആണ്. ഇത് രണ്ടും കലർത്തിയിട്ട് റിയലർക്കുകയാണ്. എന്ത് ധിക്കാരമാണ് ഈ ധിക്കാരം എന്ന് പറയുന്നത്? ആരോടാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, മുസ്ലിയാരെ, അമുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അമുസ്ലിമായ മനുഷ്യൻ ഹൈന്ദവ സുഹൃത്താണെങ്കിൽ അയാളെ വിവാഹം നടന്നിരിക്കുന്നത് അയാളെ ഭാര്യയുമായിട്ട് അയാളെ മതാചാര പ്രകാരമാണെങ്കിൽ, അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ രണ്ടാമത് ബാപ്പയും ഉമ്മയും അതുപോലെയുള്ള ആളുകളൊക്കെ ഇരുന്നിട്ട് സാക്ഷിയെ രണ്ടാളുകളെ ഇരുത്തിയിട്ട് ഒരു വലിയുമായിട്ട് നിക്കാഹ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഇല്ല. ശാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഒരു വിവാഹം പിന്നെ ആവശ്യമില്ല. അവന്റെ മതാചാര പ്രകാരം അവന്റെ മതമനുസരിച്ചിട്ട് അവന്റെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല? അവന്റെ മതാചാര പ്രകാരം അവന്റെ വിവാഹം റെഡിയാണ്. അതേ സ്ഥാനത്തൊരു മുസ്ലിമിന് ഇത് മതിയോ? ഇല്ല, ഇല്ല. മുസ്ലിമാണോ അവന്റെ വിവാഹം സഹീ ആകണമെങ്കിൽ അത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതുപോലെയാകണം. അതേ വരിയുണ്ടാകണം, രണ്ട് സാക്ഷികൾ ഉണ്ടാകണം, അവർ പരസ്പരം പറയണം, സാക്ഷികൾ കേൾക്കണം, സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തണം. അപ്പോഴേ ഇസ്ലാമിൽ വിവാഹമാകുന്നുള്ളൂ. എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ ആരെ പിന്തുടരണം? നമ്മളാ തീരുമാനിക്കേണ്ടത്. ഇംഗ്ലീഷുകാരനെയാണോ? ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലേ നിങ്ങള്? വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. മക്കൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 4, മക്കൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 5, മക്കൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 6. വിവാഹം കഴിയാതെ എങ്ങനെ മക്കൾ എന്ന് ചോദിച്ചാലോ അത് പരിശോധന കഴിഞ്ഞിട്ടില്ല. എപ്പോഴാ പരിശോധന കഴിയല്? ചിലപ്പം കബറിന്റെ ഉള്ളിലെത്തിയിട്ട് അല്ലേ? വിവാഹം കഴിയണമെന്നില്ല അവർക്ക് മക്കളാകാൻ. ഇതാണോ ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഇതാണോ മുസ്ലിമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്? ഓ വേല കേൾക്കുന്ന ചെറുപ്പക്കാരാ, ചെറിയ സന്തോഷ നിമിഷം വരുമ്പോഴേക്ക് അല്ലാഹനെ മറക്കുന്ന വിഡ്ഢികളായാൽ, ചെറിയ സന്തോഷ നിമിഷം കിട്ടുമ്പോഴേക്ക് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് തരുന്ന നിയമത്തിനെ കുറിച്ച് ബോധമില്ലാത്തവരായാൽ, അതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവരായാൽ നമ്മൾ എത്ര നാശം പിടിച്ചവരാ.